എം.ടി. വാസുദേവൻ നായരുടെ വീട്ടിലെ കവർച്ചയിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചതായി പോലീസ്. അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. വിവരങ്ങളുമായി ജോഷ്ല ചേരുകയാണ്. ജോഷ്ല, അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവും ഒപ്പം തന്നെ വീട്ടിലെ ജോലിക്കാരിയും ചേർന്നാണ് ഇപ്പോൾ ഈ കുറ്റകൃത്യം ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പോലീസ് കേസിൽ വിശദീകരിക്കുന്നത് എന്താണ്? പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസമാണ് മലയാളത്തിലെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ എം.ടി. വാസുദേവൻ നായരുടെ വീട്ടിൽ കവർച്ച നടന്നത്. ഏകദേശം 26 പവനോളം സ്വർണ്ണമാണ് ഈ കവർച്ചയിൽ നഷ്ടമായത് എന്നാണ് നമ്മൾ അന്ന് മനസ്സിലാക്കിയത്. പോലീസ് വിശദമായ അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തുകയായിരുന്നു. ഈ അന്വേഷണത്തിനൊടുവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വാതിലിനൊന്നും കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. ആ രീതിയിൽ പുറത്തുനിന്നൊരു അക്രമം അവിടെ സംഭവിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് അവരുമായി അടുത്ത ബന്ധമുള്ള ആരെങ്കിലുമാണോ ഈ സംഭവം നടത്തിയത് എന്ന അന്വേഷണത്തിലേക്ക് കൂടി പോലീസ് നീങ്ങിയത്. ഏതായാലും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ബന്ധുവായ ഒരാളും ഒപ്പം തന്നെ വീട്ടുജോലിക്കാരിയും ചേർന്നാണ് ഈ സംഭവം നടത്തിയിരിക്കുന്നത് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. ജോഷില ചേരുകയാണ്. ജോഷില, പോലീസ് ഈ പ്രതികളിലേക്ക് എത്തിയത് എങ്ങനെയാണ്? മറ്റ് വിവരങ്ങൾ എന്താണ് പോലീസ് പറയുന്നത്? മനു, കഴിഞ്ഞ ദിവസമാണ് എം.ടിയുടെ ഭാര്യ 26 പവൻ 15 ലക്ഷത്തോളം രൂപ വരുന്ന സ്വർണം കാണാതായി എന്നുള്ള കാര്യം പോലീസിൽ പരാതിയായി നൽകുന്നത്. ഇതിന്റെ ഭാഗമായാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. അന്വേഷണം ആരംഭിച്ചതോടുകൂടി പോലീസിന് മനസ്സിലായ ഒരു കാര്യമുണ്ട്. പുറത്തു നിന്നുള്ള ആരും ഇവിടെ വന്ന് എടുക്കാൻ സാധ്യതയില്ല. കാരണം അത്തരത്തിൽ ഒരു കവർച്ചാശ്രമം നടന്നതായുള്ള ഒരു ലക്ഷണവും ആ വീട്ടിലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായാണ് വീട്ടിലുണ്ടായിരുന്നവരെ ചോദ്യം ചെയ്തത്. അതോടുകൂടിയായിരുന്നു കഴിഞ്ഞ 5 വർഷമായി ഇവിടെ ജോലിക്ക് നിൽക്കുന്ന ശാന്ത എന്ന സ്ത്രീയെയും അവരുടെ ബന്ധുവായ പ്രകാശൻ എന്നയാളെയും പോലീസ് സംശയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ കസ്റ്റഡിയിലെടുത്തത്. കസ്റ്റഡിയിലെടുത്തതോടുകൂടി ഇവർ പ്രതികളാണെന്ന് ബോധ്യമാവുകയും ഇവർ കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് എം.ടിയുടെ വീട്ടിൽ, കൊട്ടാരം റോഡിലെ വീട്ടിൽ വന്ന് തെളിവെടുപ്പ് പോലീസ് നടത്തി. ഇനി സ്വർണം വീണ്ടെടുക്കണം. അതിനുശേഷം മാത്രമേ കസ്റ്റഡിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയുള്ളൂ എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പ്രതികളെ പോലീസ് പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. മനു, ജോഷില വിവരങ്ങൾ നൽകിയത്.